Hello, welcome to my channel. അപ്പോൾ ഇന്നിതാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് പഠിച്ചു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസ് ഓർ ദ ഡീവിയേഷൻ ഫ്രം ദ ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാനത് ബൈ ഹാർട്ട് പഠിച്ച സംഭവമാണ്. വെറും നമ്മൾ മാർക്ക് കിട്ടാൻ വേണ്ടി പഠിക്കത്തില്ല, അതുപോലെ പഠിച്ച സംഗതിയാണ്. കാരണം നമ്മളിത് ഡെപ്തിലേക്ക് പോകില്ല. പക്ഷേ ഇന്ന് ഞാനിത് അത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പോകരുത്. ഈ ഒരു കോൺസെപ്റ്റ് ഒരിക്കലും ഒരു ബൈ ഹാർട്ട് പഠിച്ച് പോകരുത് കേട്ടോ. കാരണം അന്ന് നമ്മളൊരു 11th 12th എത്തുമ്പം നമ്മൾ മതി, അത്ര മതി. ഈ ടെക്സ്റ്റ് കാണുമ്പോൾ എന്തൊരു വലിയ ഭീകരമായിട്ടാണ് ഇവർ ഈ ടെക്സ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. ഞങ്ങളും ഫോളോ ചെയ്യുന്നത് NCERT ടെക്സ്റ്റ് തന്നെയായിരുന്നു പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അത് മതി, ഇനി പഠിക്കേണ്ടെന്ന് ചോദിക്കും. നിങ്ങൾ അങ്ങനെ പോകരുത്. ഞാൻ ഏറ്റവും സിമ്പിളാക്കിയിട്ട് നിങ്ങളെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ പോയിൻറ്റ്സ് എഴുതണമെന്നും കൂടെ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം എക്സ്പ്ലനേഷൻ നല്ലോണം ശ്രദ്ധിക്കുക. ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു റൈറ്റ് ഫോർ ദ എക്സാം. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും എഴുതാൻ പറ്റും. അപ്പോൾ എന്താ നമ്മൾ പറയുന്നത്? ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ഓർ ദ ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസ്. റിയൽ ഗ്യാസിൻ്റെ സ്വഭാവം, യഥാർത്ഥമായ ഒരാളുടെ സ്വഭാവം. അതായത് നമ്മളിങ്ങനെ ഐഡിയൽ സ്വഭാവമല്ല, റിയൽ ഗ്യാസിൻ്റെ സ്വഭാവം. അപ്പോൾ എന്താണ് ഐഡിയൽ ഗ്യാസ്, എന്താണ് റിയൽ ഗ്യാസ്? ലാസ്റ്റ് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഗ്യാസ് വിച്ച് ഒബേസ് ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്ന എല്ലാ ഗ്യാസസിനെയും നമുക്ക് എന്ത് പറയാൻ പറ്റും? വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താ? PV = nRT. ഈ ഒരു ഇക്വേഷൻ ഫോളോ ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ എന്ത് പറയും? ഐഡിയൽ ഗ്യാസ്. ഒറ്റൂടെ ഒന്ന് പറയുകയാണെങ്കിൽ ഗ്യാസ് വിച്ച് ഒബേ ബോയിൽസ് ലോ, ചാൾസ് ലോ ആൻഡ് അവോഗാഡ്രോസ് ലോ അണ്ടർ ദ ഓൾ കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ, എല്ലാ കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, then that gases are known as ideal gas. So what is meant by an ideal gas? An ideal gas or ideal gases are those which obeys Boyle's law, Charles' law and Avogadro's law under all condition of temperature and pressure, or it may obey. To simplify it, an ideal gas is one which obey PV = nRT or the ideal gas equation. അങ്ങനെ ഒരു ഗ്യാസ് എക്സിസ്റ്റിംഗ് ആണോ? ഇപ്പം നമ്മൾ അതേ പറയാം, ദർ ഇസ് നോ സച്ച് ഗ്യാസസ്. നമ്മുടെ ഈ ഒരു ഇതിൽ അങ്ങനെ ഒരു ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്യാസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ദേ ഡസ് നോട്ട് ഒബേ ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അണ്ടർ ഓൾ കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. എല്ലാ ടെമ്പറേച്ചറിലും എല്ലാ പ്രഷറിലും ഒരു ഗ്യാസും ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോളോ ചെയ്യുന്നില്ല. അപ്പം അവരെപ്പോഴാണ് ഫോളോ ചെയ്യുന്നുണ്ടോ? ദേ ആർ ഫോളോയിങ്. എപ്പോഴാണ് അവർ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോളോ ചെയ്യാന്ന്? ഒന്നെങ്കിൽ ലോ പ്രഷർ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ. The two condition, very important, the two condition in which the gases behave ideally is at low pressure and at high temperature. ടെമ്പറേച്ചർ കൂടുമ്പോഴും പ്രഷർ കുറയുമ്പോഴുമാണ് ഒരു ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നത്. അപ്പം ഇനിയാണ് നമ്മളിതിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞ ഒരാൾ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട്? വൈ ദേ ആർ നോട്ട് ഫോളോയിങ് ഓൾ ദീസ്? അതൊക്കെ നമ്മളിതിൽ പറയുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാൾസ് ലോ, ബോയിൽ, അവോഗാഡ്രോ ഇവരൊക്കെ ഈ കോൺസെപ്റ്റ് കണ്ടുപിടിച്ചത്, അതായത് പ്രഷർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം, ഓർ വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, ഓർ വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾ, ഇതൊക്കെ ഇവർ എക്സ്പെരിമെൻ്റലി കണ്ടുപിടിച്ചതാണ്. ദേ ഹാവ് ഡൺ സം എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് ദേ ഗോട്ട് ദിസ് എക്സ്പെരിമെൻ്റൽ റിസൾട്ട്. പക്ഷേ നമ്മൾ, അതായത് അവരൊരു തിയറട്ടിക്കൽ, അതായത് ഒരു ജനറൽ കേസസ് വരുമ്പം അവിടെ ഡീവിയേഷൻ ഉണ്ടോ എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം അതിൽ പറയാൻ പോകുന്നത് നമ്മുടെ ബോയിൽസ് ലോ ഉണ്ടല്ലോ. ബോയിൽസ് ലോയിൽ നമുക്കറിയാം പ്രഷർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ഓർ PV ഇസ് സെറ്റ് ടു ബി എ കോൺസ്റ്റൻറ്റ് അല്ലേ. PV എന്തായിരിക്കും? അതായത് പ്രഷറിനൊരു വോളിയം ആണെങ്കിൽ അത് അവർ ഓൾറെഡി അസ്യൂം ചെയ്ത് പ്രഷർ ഇത്രയാണെങ്കിൽ വോളിയം ഇത്ര, വോളിയം ഇത്രയാണെങ്കിൽ പ്രഷർ ഇങ്ങനെ, അങ്ങനെ ഒരു തിയറട്ടിക്കൽ കാൽക്കുലേഷൻ അവർ എക്സ്പെരിമെൻ്റലി ചെയ്തു കണ്ടുവച്ചിട്ടുണ്ട്. അപ്പം PV എപ്പോഴും നമുക്കറിയാം പ്രഷർ ഇൻറ്റു വോളിയം ഷുഡ് ബി എ കോൺസ്റ്റൻറ്റ്. ഇപ്പം ഞാൻ എക്സ് എന്ന് പറഞ്ഞ ഒരാൾ എടുത്തു. അവരുടെ പ്രഷറിൻ്റെ വാല്യൂ, വോളിയത്തിൻ്റെ വാല്യൂ, ഇപ്പോൾ PVൻ്റെ വാല്യൂ ആണ്. പ്രഷർ ഇപ്പം 15, അപ്പോൾ വോളിയം 2 ആണ്. PV എന്ന് പറയുന്നത് 30 ആണ്. അപ്പം അടുത്തത് ഞാൻ പ്രഷർ 2 ആക്കി. അപ്പം വോളിയം എത്രയായി? 15 ആയി. PV സെറ്റ് ടു ബി 30. PV കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇനി അടുത്തത് ഞാൻ പ്രഷർ 10 എടുത്തു, വോളിയം 3 എടുത്തു, PV ഈസ് ഫൗണ്ട് ടു ബി കോൺസ്റ്റൻറ്റ് അല്ലേ. അതാണല്ലോ നമ്മുടെ എന്ത് പറയുന്നത് ബോയിൽസ് ലോ.
PV is found to be a constant for a particular gas under the particular temperature. ആ കണ്ടീഷനിൽ ഒരു ഗ്യാസിൻ്റെ PV എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഞാൻ എക്സ് എന്ന് പറഞ്ഞ ഗ്യാസിനെടുത്തു, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ കൺസിഡർ ചെയ്തു, PV കോൺസ്റ്റൻ്റ് ആയി. പ്രഷർ ചെയ്യുമ്പോൾ വോളിയം, പ്രഷർ കൂടിയപ്പം വോളിയം കുറഞ്ഞു, പ്രഷർ കുറഞ്ഞപ്പോൾ വോളിയം കൂടി. കണ്ടോ, കോൺസെപ്റ്റ് ഒക്കെ റെഡിയാണ്. അപ്പം ഞാൻ ഇതിനൊരു, ഇതാണ് ഐഡിയൽ ഗ്യാസ് അല്ലേ, ഇതാണ് ഇവരുടെ ഒരു ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ഒബേയിങ് ബോയിൽസ്. അപ്പം ഞാൻ ഈ പ്രഷറിനെയും PVനെയും വെച്ചിട്ടൊരു ഗ്രാഫ് വരയ്ക്കുകയാണേ. PV വിത്ത് പ്രഷർ. ഈ എക്സ് എന്ന് പറഞ്ഞ ഗ്യാസിന് ഞാനൊരു എക്സ്പെരിമെൻറ്റ്, അതായത് ഇതിപ്പം ഞാൻ 0, 5, 10, 15, 20. ഓക്കെ, ആദ്യം ഞാൻ 15 കൊടുത്തപ്പം PV എന്ന് പറഞ്ഞത് ഇപ്പം 10, 20, 30. PV എന്ന് പറഞ്ഞപ്പം ഇതാ 30 കേട്ടോ. ഓക്കെ, ഞാൻ ഇവിടെ കൊടുക്കാം 30, അല്ലെങ്കിൽ ഭയങ്കര വലുത്, ഇവിടെ 30 ആയിക്കോട്ടെ കേട്ടോ. ഇത് 10, 20, 30. അപ്പം ഇവിടെ 15 30. ഇനി അടുത്തത് 2 30. 2 ഇവിടെ 30. 10 എടുത്തു 30. അപ്പം നമ്മുടെ ഒരു കണക്ക് പ്രകാരം when we plot a graph for an ideal gas by considering PV against P, ഫസ്റ്റ് പോയിന്റ് ആണ്. ഈ വാല്യൂ ഒക്കെ മായ്ക്കുക കേട്ടോ. അതായത് if we plot a graph for an ideal gas with PV against P, it should be എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഇറ്റ് ഷുഡ് ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, PVയും Pനെയും ഞാൻ കൺസിഡർ ചെയ്തിട്ട് ഞാനൊരു ഗ്രാഫ് വരച്ചാൽ ഇറ്റ് ഷുഡ് ബി എ സ്ട്രെയിറ്റ് ലൈൻ ആസ് PV ഇസ് എ കോൺസ്റ്റൻറ്റ് അല്ലേ. ഇതവിടെ PV, ഇവിടെ പ്രഷർ. അപ്പം എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി എ കോൺസ്റ്റൻറ്റ് ദാറ്റ് ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ആയിക്കോട്ടെ, അതാണ് അവർ തിയററ്റിക്കലി കണ്ടുപിടിച്ചത് ലബോറട്ടറിയിൽ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, ഇനി നമ്മൾ ശരിക്കും കുറച്ച് ഗ്യാസസ് നിങ്ങൾ എടുത്തിട്ട് അവരുടെ പ്രഷർ വോളിയം വെച്ച് ചെയ്ത് നോക്കി. അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ, ഹീലിയം കൺസിഡർ ചെയ്തു. ഹൈഡ്രജനും ഹീലിയവും കൺസിഡർ ചെയ്തപ്പം വി ആർ ഗെറ്റിംഗ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. നമ്മൾ പ്രഷറും വോളിയം വെച്ച് PVയും വെച്ച് എക്സ്പെരിമെൻ്റലി നമ്മൾ കറക്റ്റായിട്ട് ഹൈഡ്രജൻ ഗ്യാസ് എടുത്തു, ഒരു പ്രഷർ കൊടുത്തു, അതിൻ്റെ വോളിയം നോക്കി, ഒരു പ്രഷർ കൊടുത്തു, അതിൻ്റെ വോളിയം നോക്കി. അപ്പം അതിൻ്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഇങ്ങനൊരു കാര്യം കാണിച്ചു. ഇനി അടുത്തത് ഇവർ നോക്കിയത് എന്താ വെച്ചാൽ CH4ഉം COയും വെച്ചിട്ട്, അതായത് കാർബൺ മോണോക്സൈഡും ഇതും വെച്ചിട്ട് ഇതേ എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോഴും അവർക്കും എന്ത് കിട്ടിയില്ല? ഇറ്റ് വാസ് നോട്ട് ഷോ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ അവിടുന്ന് ക്വസ്റ്റ്യൻ വന്നു, അതെന്തുകൊണ്ട്? ദീസ് ഗ്യാസസ് ആർ നോട്ട് ഒബേയിങ് ഐഡിയൽ ഗ്യാസ്. അപ്പോൾ ഇവിടെ എന്ത് കാണിച്ചു? ദീസ് ഗ്യാസസ് ആർ ഷോയിങ് എ ലാർജ് ഡീവിയേഷൻ അല്ലേ, ഐഡിയൽ ഗ്യാസിനേക്കാളും ലാർജ് ഡീവിയേഷൻ ദീസ് ഗ്യാസസ് ആർ ഷോയിങ്. ദാറ്റ് ഈസ് എക്സ്പെരിമെൻ്റലി ഇഫ് വി ആർ ഡൂയിങ്, ഓർ if we plot a graph of PV against P, it should be a straight line parallel to P for an ideal gas. But when we consider the experiment for hydrogen, helium, carbon monoxide and methane, it was found that there was a large deviation from their ideal gas behavior. അപ്പോൾ എന്താണ് അവിടെ? നിങ്ങൾക്ക് കാണാം, all these gases are having or obeying ideal gas behavior at very low pressure. പ്രഷർ കുറഞ്ഞ സമയത്ത്, വെരി ലോ പ്രഷറിൽ, അതായത് ഓൾമോസ്റ്റ് 0, അതായത് വളരെ പ്രഷർ കുറഞ്ഞ സമയത്ത് ഈ മോളിക്യൂൾസ് എന്ത് കാണിക്കുന്നുണ്ട്? ഐഡിയൽ ബിഹേവിയർ. കാരണം കണ്ടോ, ഈ ഇവിടെ 0-ലെത്തുമ്പോൾ എല്ലാവരും ഐഡിയൽ, അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഐഡിയൽ ബിഹേവിയർ. ഇനിയിപ്പം നമ്മൾ ആദ്യം ഹീലിയത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ പ്രഷർ കൂടുന്നതിനനുസരിച്ചിട്ട് അവരെന്താണ്, അവർ ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് നല്ല പോസിറ്റീവായിട്ടുള്ള ഡീവിയേഷൻ, കാരണം ഇതിൻ്റെ താഴേക്ക് നെഗറ്റീവ്, ഇത് പോസിറ്റീവ് അല്ലേ, പോസിറ്റീവ് ഡീവിയേഷൻ കാണിച്ചു. അതായത് പ്രഷർ കൂടുന്നതിനനുസരിച്ചിട്ട് PVൻ്റെ വാല്യൂ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കാം. ഇനി നമ്മൾ COനെ കൺസിഡർ ചെയ്യുമ്പോൾ പ്രഷർ കൂടുന്നതിനനുസരിച്ചിട്ട് അവരുടെ PVൻ്റെ വാല്യൂ കുറഞ്ഞ് ഒരു മിനിമത്തിലെത്തി പതുക്കെ അത് കൂടി, എന്നിട്ട് ഐഡിയൽ ഗ്യാസിൻ്റെ അടുത്തെത്തിയിട്ട് അവരെന്ത് ചെയ്തു? വീണ്ടും അവരതും പ്രഷർ കൂടുന്നതിനനുസരിച്ച് എന്തായി? PVൻ്റെ വാല്യൂ അങ്ങ് കൂടി. ദ സെയിം ലൈക്ക് PVൻ്റെ ഇവിടെ കേസിലും ഈ CH4ൻ്റെ കേസിൽ എങ്ങനെയാ വെച്ചാൽ പ്രഷർ കൂടുമ്പോൾ, അതായത് സ്ലൈറ്റായിട്ട് PVൻ്റെ വാല്യൂ കുറഞ്ഞ് ഒരു മിനിമത്തിലെത്തി, അഗെയിൻ ഇറ്റ് ഓൾസോ ക്രോസ് ദ ഐഡിയൽ ഗ്യാസ് ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് ടു ഇൻക്രീസ്. എന്തുകൊണ്ട് അല്ലേ? നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ വരില്ലേ, വൈ ദീസ് ആർ ഷോയിങ് ദ. അപ്പം ഇതവിടെ നിൽക്കട്ടെ. അപ്പോൾ അവർ ചോദിച്ചു, ഒന്ന് ഓക്കെ, വി വിൽ ചെക്ക് വിത്ത് ദ ബോയിൽസ് ലോ. ബോയിൽസ് ലോൻ്റെ ഗ്രാഫിൽ നമ്മൾ ഐഡിയൽ ഗ്യാസിന് നമുക്കറിയാം പ്രഷർ ഇവിടെ, വോളിയം ഇവിടെ. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഇങ്ങനെ ഒരു ഗ്രാഫ് അല്ലേ. ഇതാണ് ഇവർ എക്സ്പെരിമെൻ്റലി
ഇവർ എക്സ് എന്ന് പറഞ്ഞ ഗ്യാസിന് പി എന്ന് പറഞ്ഞ വി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു ഗ്രാഫ് കിട്ടും. അപ്പോൾ അവർ റിയൽ ഗ്യാസിൽ ഒരു ഗ്യാസ് എടുത്ത് ചെയ്തപ്പം അവർ എക്സ്പെരിമെൻ്റൽ വാല്യൂ ഇതാണ്. പക്ഷേ അവർ റിയലിൽ ചെയ്തപ്പോൾ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് അവരുടെയും ഇതിന് കോയിൻസൈഡ് ചെയ്യുന്നില്ല. കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ്. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അവർ കോയിൻസൈഡ് ചെയ്തിട്ട് then their volume is almost found to be ഒരുപോലെ നിൽക്കുന്ന പോലെ. അപ്പോൾ അത് എന്ത് മനസ്സിലായി? ഇവിടെയും ഡീവിയേഷൻ കാണിച്ചു. അതായത് ദിസ് വാസ് ഫോർ ദ ഐഡിയൽ ഗ്യാസ്. പക്ഷേ റിയൽ ഗ്യാസിന് എന്ത് കാണിച്ചു? അതായത് റിയൽ ഗ്യാസിൻ്റെ ഈ പി വി എന്ന് പറഞ്ഞ ഗ്രാഫ് പ്ലോട്ട് എഴുതപ്പം റിയൽ ഗ്യാസിൻ്റെ എന്താണ്, ഇറ്റ് ഷോസ് എ ലാർജ് ഡീവിയേഷൻ കമ്പയർഡ് ടു ദിസ്. ഇതിൻ്റെ വോളിയം വരെ കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും പ്രശ്നം വന്നു, എന്താണ് ഇതിനൊരു റീസൺ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നു. എന്തൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ വന്ന്? വൈ അല്ലേ, വൈ ഡു ദീസ് ഗ്യാസസ് ഡസ് നോട്ട് ഒബേ ഐഡിയൽ ഗ്യാസ്, അല്ലെങ്കിൽ വൈ ദീസ് ഗ്യാസസ്, ഓർ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ദീസ് ഗ്യാസസ് ആർ ഡീവിയേറ്റിംഗ് ഫ്രം ദിസ് ഐഡിയൽ, ഓർ വെൻ ദേ വിൽ ഷോ എൻ ഐഡിയൽ ബിഹേവിയർ. അവരെപ്പോഴാണ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഐഡിയൽ ബിഹേവിയറിറ്റി കാണിക്കാത്തത്? അപ്പോൾ നമ്മുടെ ഈ ബോയിൽസ് ലോ, ചാൾസ് ലോ, എവോഗാഡ്രോ ലോ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ട്, എന്തായിരുന്നു നമ്മുടെ ബേസിക് ഐഡിയ, ബേസിക് ഐഡിയ നമ്മൾ എന്തിനെ വെച്ചിട്ടായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തത്? നമ്മുടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് അല്ലേ, അതിലല്ലേ നമ്മൾ പറഞ്ഞത് അല്ലേ? അതിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പ്രഷർ കുറയുമ്പോൾ വോളിയം, അങ്ങനെ ഓരോ കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതിലെ 2 എസംഷൻ നമ്മൾ എസ്യൂം ചെയ്ത്, നമ്മളല്ല അവർ എസ്യൂം ചെയ്ത് തെറ്റാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമുക്ക് ഈ ഒരു ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത്. കാരണം അതിൽ ഒരു എസംഷൻ ഇങ്ങനെയായിരുന്നു, there is no force of attraction. അതാണ്, there is no force of attraction between the gas molecule. ഓർമ്മയുണ്ടല്ലോ, അതായത് ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇത് അവരൊരു എസംഷൻ. രണ്ടാമത്തെ അവർ എസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും തെറ്റായിരുന്നു. വോളിയം ഓഫ് ഗ്യാസ് molecule is negligible when compared to the total volume of the gases. അത് വിചാരിച്ചിട്ട് ഈ 2 എസംഷൻ തെറ്റാന്ന് വിചാരിച്ചിട്ട് എക്സാമിന് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എഴുതുമ്പോൾ ആ 2 എഴുതാതിരിക്കരുത്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് അതന്നെയാണ്. ഞാൻ ഇപ്പം കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് വെച്ച് ഇതൊക്കെ എഴുതണം കേട്ടോ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഗ്യാസസ്, അതായത് കുറേ ഗ്യാസസ് ആണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ CO, CH4, HE, H2 ഒക്കെ ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നത്? ഇത് എന്താണ് റീസൺ? അതിനുള്ള റീസൺ പറയണമെങ്കിൽ നമ്മൾ ആദ്യം ഈ 2 പോസ്റ്റുലേറ്റ് തെറ്റാന്ന് പറയണം. എന്നാൽ മാത്രമേ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ദ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് ഇസ് ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾ. തെറ്റ്. ഗ്യാസസിൻ്റെ ഇൻ ബിറ്റ്വീൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഉണ്ട്, ഫോഴ്സ് ഓഫ് റിപ്പൾഷനും ഉണ്ട്. പിന്നെ വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഇസ് നെഗ്ലിജിബിൾ വെൻ കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ദി ഗ്യാസസ്. ഇതും എപ്പോഴും ശരിയല്ല, ഇതും തെറ്റാണ്. അപ്പോൾ നമ്മളിത് പറയാം, ഇപ്പം ഞാൻ പറയാം ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഗ്യാസിനെ ലിക്വിഡാക്കി മാറ്റുന്നത്? ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യുന്നില്ലേ നമ്മൾ? ഹൈ പ്രഷർ കൊടുത്തിട്ട് ഗ്യാസ് മോളിക്യൂളിനെ ലിക്വിഫൈ ആക്കുന്നുണ്ട്. നമ്മുടെ ഗ്യാസ് സിലിണ്ടർ അല്ലേ, LPG, അതിൻ്റെ ഉള്ളിൽ എന്താ, ഗ്യാസ് ഇൻ ദ ഫോം ഓഫ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ആ ഗ്യാസിനെ നമ്മൾ ലിക്വിഡാക്കിയിട്ട് ഹൈ പ്രഷർ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ലിക്വിഡാക്കി മാറ്റുകയാണ്. അപ്പോൾ അതെങ്ങനെ നടക്കുന്നു? അവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് തന്നെ ഇറ്റ് വാസ് ഫൗണ്ട് ടു ബി റോങ്. സോ ഹൗ വി ക്യാൻ എക്സ്പ്ലെയിൻ ദ ഡീവിയേഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ? That is, this can be explained by considering the 2 assumptions from the kinetic theory of gases. In the first assumption of kinetic theory of gases, it was given that there is no force of attraction between the gas molecule. But this postulate is wrong, because when the gas molecules, when there is high pressure ആകുമ്പോൾ, high pressure കൊടുക്കുമ്പോൾ, ഇതിപ്പം ഒരു കണ്ടെയ്നറാണ്, ഇതിലിങ്ങനെ ഗ്യാസ് മോളിക്യൂൾസ് നിൽക്കുകയാണ്. When I am giving a high pressure കൊടുത്തുകൊണ്ടിരിക്കുമ്പം എന്ത് പറ്റും? The molecules will come more closer together, and there will be force of attraction and there will be also force of repulsion between the gas molecules. So there is a force of attraction between the gas molecules. ഒരു റീസൺ അത്. രണ്ടാമത്തത്, the volume of gas molecule is negligible. Okay, when we are considering this വലിയൊരു സിലിണ്ടർ എടുത്ത് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗ്യാസ് കൊടുത്ത് the volume of the gas molecule will be negligible. But as I am giving pressure, നമ്മൾ പ്രഷർ കൊടുത്തു,
അപ്പോൾ എന്ത് പറ്റും? ദ ഗ്യാസ് മോളിക്യൂൾസ് വിൽ ബി കമ്മിങ് ക്ലോസർ ടുഗെദർ അല്ലേ? ക്ലോസർ ടുഗെദർ ആകുമ്പോൾ ഇപ്പം അവർ പോയിന്റ് മാസ് അല്ല, ഇപ്പം വി ഹാവ് ടു കൺസിഡർ ദം ആസ് ലൈക്ക് എ സ്പെറിക്കൽ മാസ് പോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം, ബിക്കോസ് ദേ ആർ കമ്മിങ് ക്ലോസർ ടുഗെദർ. അപ്പം നമ്മളെ സ്പേസ് കുറഞ്ഞു. സ്പേസ് കുറയുമ്പോൾ എന്താ? ഇപ്പം വലിയൊരു റൂമിൽ ഞാനൊരാൾ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരും നോക്കുക ഒരു കുഞ്ഞായിട്ടാണ് കണ്ടത്. പക്ഷെ ഞാനൊരു കുഞ്ഞു റൂമിൽ ഞാൻ നിൽക്കുമ്പം എനിക്ക് എൻ്റേതായ ഒരു വാല്യൂ ഇല്ല അവിടെ. അതായത് ഞാൻ അവിടെ ഉണ്ട് എന്നുള്ളത് ഫീൽ ചെയ്യും. ഇതേപോലെ തന്നെ വലിയ ഒരു പാത്രമാണ്, ഇറ്റ്സ് കണ്ടെയ്നർ ഗ്യാസ് മോളിക്യൂൾസ്, അവിടെ എന്തായിരിക്കും അതിൻ്റെ കൺസിഡർ ചെയ്യുമ്പം അതിൻ്റെ നമുക്ക് പോയിന്റ് മാസ് ആയിട്ട് നോക്കാം. പക്ഷേ വെൻ ദ പ്രഷർ ഇസ് ഇൻക്രീസ്, നൗ ദ കോൺസെപ്റ്റ് ദാറ്റ് ഇസ് ദീസ് ആർ നോട്ട് ലൈക്ക് ദ പോയിന്റ് മാസസ്, ദേ ആർ ലൈക്ക് എ ഹാർഡ് സ്പിയർ. സോ ദീസ് 2 പോയിന്റ്സ് വി ഹാവ് ടു ചേഞ്ച്. ഈ ഒരു 2 കോൺസെപ്റ്റ് നമ്മൾ എന്തെന്ന് മാറ്റണം? നമ്മുടെ ആ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് മാറ്റിക്കഴിഞ്ഞാൽ വി ക്യാൻ എക്സ്പ്ലെയിൻ ദീസ് കോൺസെപ്റ്റ്. അപ്പം വൈ ദ ഗ്യാസസ് ആർ ബിഹേവിങ് ലൈക്ക് ദിസ് ഓർ വൈ ഓൾ ദ ഗ്യാസസ് ഡസ് നോട്ട് ഷോ ഐഡിയൽ ബിഹേവിയർ എന്ന് പറയുന്നതിന് 2 കോൺസെപ്റ്റാണ്. ഒന്ന് നമ്മൾ പറയണം, the molecules are having a force of attraction between them when the pressure is high. Pressure high. അതേപോലെ ടെമ്പറേച്ചർ കുറയുമ്പോഴും when the temperature is low also the molecules will come closer together, so there will be a force of attraction between them. രണ്ടാമത്തെ കേസ്, വോള്യൂം ഓഫ് ഗ്യാസസ് ആർ നോട്ട് നെഗ്ലിജിബിൾ. ഗ്യാസ് മോളിക്യൂൾസ് ആർ നോട്ട് നെഗ്ലിജിബിൾ വെൻ ഹൈ പ്രഷറും ടെമ്പറേച്ചർ ലോ ആകുമ്പോൾ എന്താണ്? high pressure, temperature low ആകുമ്പം these molecules will come closer together and now the gas molecules, the volume of the gas molecules are not negligible. ക്ലിയർ ആയോ എന്തുകൊണ്ടാണ് ഇവർ ഈ ഐഡിയലിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന? ഐഡിയൽ ബിഹേവിയർ എപ്പോഴാണ് കാണിക്കുക? അവർ തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ അവരെന്തായിരിക്കണം? ദൂരെ മാറി നിൽക്കണം. അതായത് സ്പേസ് ഒക്യുപ്പൈ ചെയ്യുമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സ്പേസ് കൺസിഡർ ചെയ്യുമ്പം അവരുടെ സ്പേസ് വളരെ കുറവ്, അങ്ങനത്തെ കേസിലൊക്കെയാണ്. പക്ഷേ ഈ ഗ്യാസസിനൊക്കെ കൺസിഡർ ചെയ്തപ്പോൾ എന്ത് കാണിച്ചു? ദേ ആർ ഷോയിങ് ഐഡിയൽ ബിഹേവിയർ അറ്റ് ലോ പ്രഷർ. പ്രഷർ കുറയുമ്പോൾ അവരെന്ത് കാണിക്കുന്നുണ്ട്? ഐഡിയൽ ബിഹേവിയർ. അതെന്തുകൊണ്ടാണ്? പ്രഷർ കുറയുമ്പം അവർക്ക് എവിടെ വേണമെങ്കിലും പോയി നിൽക്കാം അല്ലേ? അപ്പോൾ എന്ത് പറ്റും? ദി ഐഡിയൽ ബിഹേവിയർ ഇസ് ഷോൺ വെൻ ദ പ്രഷർ ഇസ് ലോ. അതേപോലെ തന്നെയാണ് ഐഡിയൽ ബിഹേവിയർ ഇസ് ഷോൺ വെൻ ടെമ്പറേച്ചർ ഇസ് വെരി ഹൈ. ടെമ്പറേച്ചർ കൂടുമ്പോഴും എന്താണ് ചെയ്യുന്നത്? ദ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും, മോളിക്യൂൾസ് ഫാർ അപ്പാർട്ടായിരിക്കും. അപ്പോൾ എന്ത് പറ്റും? ദേ ക്യാൻ ഷോ ഐഡിയൽ ബിഹേവിയർ. ഇത്രയും കാര്യം ക്ലിയർ ആയോ? അപ്പം നമ്മളിനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വൈ ദീസ് ഗ്യാസസ് ബിഹേവ് ഓർ ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ബിഹേവിയർ എന്ന് പറയുന്നതിന് നമ്മൾ ഫസ്റ്റ് പറയേണ്ടത്, according to kinetic theory of gases, there is no force of attraction between the gas molecule. But in real, there is or we can say that according to kinetic theory of gases, there is no force of attraction between the gas molecule. This is possible only at low pressure and high temperature. This postulate is possible only at low pressure and high temperature. When the pressure is increased and temperature is decreased, the molecule will come closer together and we cannot neglect the force of attraction between the molecule. Clear ayo? അപ്പോൾ എന്താണ്? That is the gases behaves or gases deviate from ideal behavior. It is because of mainly of 2 reasons. One reason we can explain, that is according to kinetic theory of gases, it is explained that there is no force of attraction between the gas molecule. This is applicable only at low pressure and high temperature. ഇത് എപ്പോഴാണ് ആപ്ലിക്കൽ? ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറും. നിങ്ങൾ ചിന്തിച്ചാൽ മതി, പ്രഷർ ഒന്നുമില്ല, അവരിങ്ങനെ ഓടി നടക്കുമായിരിക്കും, അവരെവിടെയെങ്കിലും ആയിരിക്കും. ടെമ്പറേച്ചർ കുറയുകയെന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി കുറവാണ്, അപ്പോൾ അവർക്ക് ഇങ്ങനെ ഓടി നടക്കാം. ബട്ട് ഹൈ ടെമ്പറേച്ചർ കൈനറ്റിക് എനർജി കൂടുതലാണ്, അപ്പോൾ അവർ ഓടി നടക്കും, അപ്പോൾ അവർക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷന് പ്രശ്നമില്ല. ബട്ട് വെൻ ദ പ്രഷർ ഈസ് ഹൈ ആൻഡ് ദ ടെമ്പറേച്ചർ ഇസ് low, the molecule will come closer together and thereby there will be a force of attraction between the molecule that we cannot neglect. നമുക്കത് ഒഴിവാക്കാൻ പറ്റത്തില്ല. According to the next postulate in kinetic theory, it is assumed that the volume of the gas molecule is negligible when compared to the total volume of the gas. This is also practical or applicable when the pressure is low and temperature is high. ടെമ്പറേച്ചർ ഹൈ ആകുമ്പം പ്രഷർ ലോ ആകുമ്പോൾ എന്തായിരിക്കും? കുറേ സ്പേസ് ഉണ്ട്, മോളിക്യൂളിന് അവിടെ ഇവിടെയൊക്കെ പോയി നിൽക്കാം, അപ്പോൾ അവരുടെ നെഗ്ലിജിബിൾ ആയിരിക്കും വെൻ കമ്പയർഡ് ടു ദ ടോട്ടൽ സ്പേസ്. ബട്ട് ദിസ് ഇസ് നോട്ട് ആപ്ലിക്കബിൾ ഓർ ദ വോള്യൂം ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഇസ് നോട്ട് നെഗ്ലിജിബിൾ വെൻ ദ പ്രഷർ ഇസ് ഹൈ ആൻഡ് ദ ടെമ്പറേച്ചർ ഇസ് ലോ.
പ്രഷർ ഹൈയും ടെമ്പറേച്ചർ ലോ ആകുമ്പം ഈ ഒരു പോയിന്റ് എന്തല്ല, this is not applicable. So real gases deviate from ideal behavior because molecule interact with each other, because gas molecule interact with each other. At high pressure the gases are very close to each other, so we cannot neglect the molecular interaction. Clear ആയോ? ഇതാണ് മോളിക്യൂള് ഗാഷ്യസ് ബിഹേവിയറിന് ഡീവിയേറ്റ് ചെയ്യാനുള്ള റീസൺ. ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഒന്നും ഇല്ല എന്നാണ് കോൺസെപ്റ്റ്. പക്ഷെ അങ്ങനെ ഒരു ഗ്യാസ് ഇല്ല. ഗ്യാസസിന് അട്രാക്റ്റീവ് ഫോഴ്സസ് ഉണ്ട്, റിപ്പൾഷൻ ഫോഴ്സസ് ഉണ്ട്. അവരെ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ മാസസ് നെഗ്ലിജിബിൾ, ഐ മീൻ നോട്ട് നെഗ്ലിജിബിൾ വെൻ കമ്പയർഡ് ടു അവർക്ക് അവരുടേതായ ഒരു മാസ് ഉണ്ട്. അപ്പം നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്തായിരുന്നു? PV is equal to nRT ആണ് നമ്മുടെ ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ, ഇപ്പോൾ ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ റിയൽ ഗ്യാസ് ബിഹേവ് ഒബേ ചെയ്യുന്നില്ലല്ലോ. ഇത് ഐഡിയൽ ഗ്യാസ് മാത്രമല്ലേ ബിഹേവ് ചെയ്യുന്നുള്ളൂ, അങ്ങനെ ഒരു ഐഡിയൽ ഗ്യാസ് ഇല്ലതാനും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്കത് റിയൽ ഗ്യാസിന് ആപ്ലിക്കബിൾ ആവുന്ന രീതിയിൽ കൊണ്ടുവരണം. കാരണം ഇതിൽ PV is equal to a constant, അല്ലെങ്കിൽ PV is equal to nRT, അല്ലെങ്കിൽ PV/nRT is a constant. പക്ഷെ അങ്ങനെ ഒരു സംഭവം അല്ല ഇവിടെ നടക്കുന്നത്. ബിക്കോസ് ദർ ഇസ് വേരിയേഷൻ ആൻഡ് ഇതിവർ ഒബേ ചെയ്യുന്നുണ്ട്. എപ്പം? എറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചറിൽ ഗ്യാസസ് ഒബേസ് ഐഡിയൽ ഗ്യാസ്. അപ്പം നമുക്ക് ഈ ഐഡിയൽ ഗ്യാസിനെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് റിയൽ ഗ്യാസിനും കൂടെ പറ്റുന്ന രീതിയിൽ ഈ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്യണം. അങ്ങനെ മോഡിഫൈ ചെയ്ത ഒരാളാണ് നമ്മുടെ വാൻഡർവാൾ. ഓർമ്മയില്ല വാൻഡർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ വാൻഡർവാൾസ് ഇക്വേഷൻ വരികയാണ്. ഈ മോഡിഫൈഡ് ദിസ് ഇക്വേഷൻ. ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ ഒരു ഇക്വേഷനെ മോഡിഫൈ ചെയ്തു. അപ്പോൾ ഇത് മോഡിഫൈ ചെയ്യാൻ ഒന്ന് നമുക്കറിയാം, ഇപ്പോൾ വോളിയത്തിൽ ചേഞ്ച് വരുത്തണം, അതേപോലെ തന്നെ പ്രഷറിൽ. ഈ രണ്ടെണ്ണത്തിലും ഒരു കറക്ഷൻ ഫാക്ടർ ആഡ് ചെയ്തിട്ട് അദ്ദേഹം ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്തു. അപ്പോൾ ആദ്യം നമ്മൾ പ്രഷറിൻ്റെ അദ്ദേഹം എങ്ങനെയാണ് മോഡിഫൈ ചെയ്തതെന്ന് പറയാം. ഇതിപ്പോൾ ഒരു റിയൽ ഗ്യാസ്, ഇതൊരു ഐഡിയൽ ഗ്യാസ് അല്ലേ? റിയൽ ഗ്യാസും ഐഡിയൽ ഗ്യാസും. നമ്മൾ റിയൽ ഗ്യാസിൽ എന്താ പറയുന്നത്? ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ലെങ്കിൽ എല്ലാ മോളിക്യൂൾസും ഒരുപോലെ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഒരേപോലത്തെ പ്രഷർ, ദേ വിൽ ബി എക്സേർട്ടിങ് എ പ്രഷർ ഓൺ ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. പക്ഷേ നമ്മൾ പറഞ്ഞു നമ്മുടെ റിയൽ ഗ്യാസിൽ ദർ ഇസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലേ? അപ്പം ഞാൻ ഒരു ഒരു കണ്ടെയ്നറാണ്, ഇതിൻ്റെ ഉള്ളിൽ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ഒരു മോളിക്യൂൾ ഇതെവിടെ ഇങ്ങനെ കുറേ മോളിക്യൂൾ ഉണ്ട്. ഒരു മോളിക്യൂൾ ഈ വോളിൻ്റെ അടുത്തും ഉണ്ടാവും കേട്ടോ, വോളിൻ്റെ അടുത്തും ഉണ്ടാവും. അതായത് അപ്പം ഒന്ന് ബൾക്കിലാണ്, ഒന്ന് സർഫേസിലേക്കാണ് ഉള്ളത്. ഈ ബൾക്കിൽ, അതായത് ഉള്ളിൽ കിടക്കുന്ന മോളിക്യൂൾ വിൽ ബി ഈക്വലി അട്രാക്റ്റഡ് ഫ്രം ഓൾ സൈഡ്. അപ്പോൾ അതിൻ്റെ എന്തായിരിക്കും? അതിന് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഒരുപോലെ ആയിരിക്കും. പക്ഷേ ഈ വോളിൻ്റെ അടുത്തേക്ക് കിടക്കുന്ന ആളൊന്ന് നോക്കിയേ, ഇയാൾക്ക് ബാക്ക്വേർഡായിട്ടൊരു പുള്ളുണ്ടാവും. ബിക്കോസ് നമ്മളിപ്പോൾ പറയുന്നത് ദർ ഇസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി ഗ്യാസ് മോളിക്യൂൾ. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള മോളിക്യൂൾസ് ഒക്കെ എന്ത് ചെയ്യും? ഇതിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? ഈ വോൾ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും? കുറവായിരിക്കും അല്ലേ? ഇതിലെന്താ? ഈ റിയൽ ഗ്യാസിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്തിട്ട് ഈ ഇക്വേഷൻ പറഞ്ഞത്? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനോട് എല്ലാവരും ഇങ്ങനെ പറന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം നമുക്ക് മനസ്സിലായി എന്താണ്? ദർ ഇസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾ. അപ്പോൾ ഇങ്ങനെയാകുമ്പം ഈ ഐഡിയൽ ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെക്കാട്ടും കുറവായിരിക്കില്ലേ റിയൽ ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ? എന്തുകൊണ്ടാണ്? നമ്മൾ ഐഡിയൽ ഗ്യാസ് കൺസിഡർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾ, അവർ ഓടുന്നു, ഇടിക്കുന്നു. പക്ഷേ ഇപ്പം നമുക്കറിയാം ദർ ഇസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾ. സോ അപ്പോൾ ഈ വോളിലേക്ക് വരുന്ന മോളിക്യൂൾസിനെയൊക്കെ ബാക്കിയുള്ള മോളിക്യൂൾസ് ഉള്ളോട്ട് വലിക്കുന്നത് കൊണ്ട് അവിടെ പ്രഷർ എന്ത് ചെയ്യും? പ്രഷറിൽ വേരിയേഷൻ വരും. അപ്പം അദ്ദേഹം പ്രഷറിൻ്റെ ഇക്വേഷനിൽ അതായത് ഐഡിയൽ ഗ്യാസിൻ്റെ പ്രഷറിനേക്കാളും റിയൽ ഗ്യാസിൻ്റെ പ്രഷർ കുറവായിരിക്കും. റിയൽ ഗ്യാസ് അപ്ലൈ ചെയ്യുന്ന പ്രഷർ, അതായത് റിയൽ ഗ്യാസിന് അപ്ലൈ ചെയ്യുന്ന പ്രഷർ എപ്പോഴും എന്തായിരിക്കും? ഐഡിയൽ ഗ്യാസിനേക്കാളും കുറവായിരിക്കും. അതായത് ഐഡിയൽ ഗ്യാസിൻ്റെ പ്രഷർ ആയിരിക്കും കൂടുതൽ അല്ലേ? കാരണം അവിടെ ഫോഴ്സ് ഒരു പ്രശ്നവുമില്ല. അപ്പം അദ്ദേഹം ഈ പി എന്ന് പറഞ്ഞ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ പ്രഷറിന് അദ്ദേഹം ഒരു കറക്ഷൻ ഫാക്ടർ കൊടുത്തിട്ട് അദ്ദേഹം എഴുതാണ് പി റിയൽ പ്ലസ് AN²/V². ഇതാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അതിൽ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്,
വി എന്ന് പറയുന്നത് വോളിയമാണ്, എ എന്ന് പറയുന്നത് കറക്ഷൻ, അതായത് അദ്ദേഹം കൊടുത്തൊരു കറക്ഷൻ ഫാക്ടർ, ഇറ്റ് ഇസ് നോൺ ആസ് അവോഗാഡ്രോ കോൺസ്റ്റൻ്റ് ആണ്. ഇത് അവോഗാഡ്രോൻ്റെ കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ മനസ്സിലായല്ലോ. കാരണം ഒരു പാത്രത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുക റിയൽ ഗ്യാസ് എന്നൊരു ഐഡിയൽ ഗ്യാസ് എന്നൊരു സാധനം ലോകത്തില്ല. ഐഡിയൽ ഗ്യാസ് ആണ് ഒന്നിൽ റിയൽ ഗ്യാസ് ആണെങ്കിൽ ഐഡിയൽ ഗ്യാസിൽ അട്രാക്ഷൻ ഇല്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് അടിച്ചുകൊണ്ടേയിരിക്കും. പ്രഷറിൽ അവിടെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമുക്കറിയാം റിയൽ ഗ്യാസിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ സർഫേസിലുള്ള മോളിക്യൂൾസിനെ ഉള്ളിലുള്ള മോളിക്യൂൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കുറവായിരിക്കും കമ്പയർ ടു ഐഡിയൽ ഗ്യാസ്. അപ്പോൾ ഐഡിയൽ ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനേക്കാളും റിയൽ ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കുറവായിരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഐഡിയൽ ഗ്യാസിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് പി റിയൽ പ്ലസ് ഒരു കറക്ഷൻ ഫാക്ടർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമുക്ക് റെഡിയാക്കാം. അത് മാത്രം കൊടുത്താൽ മതിയോ? അല്ല, നമ്മൾ വോളിയത്തിന് വെച്ചിട്ട് ഒരു മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് വോളിയം ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾസ് ഇസ് വെരി നെഗ്ലിജിബിൾ. അപ്പോൾ ഇപ്പം പറയുന്നത് നമുക്കറിയാം വോളിയം എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ അല്ല. ഒരു സ്പേസ് കൺസിഡർ ചെയ്യുമ്പം ഇവർക്ക് മൂവ് ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത് അതിലുള്ള കംപ്ലീറ്റ് വോളിയം അല്ല. അതിൽ നിന്ന് ഓരോ ഗ്യാസ് മോളിക്യൂളിൻ്റെ ഇൻഡിവിജ്വൽ വോളിയം നമ്മൾ കുറയ്ക്കണം. അതായത് നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഒരു മോളിക്യൂൾ അവരൊരു പോയിൻ്റ് മാസ്സാണ്. ഒരു പോയിൻ്റ് മാസ്സാണെങ്കിൽ ഗ്യാസ് മൂവ് ചെയ്യുമ്പോൾ ഈ മാസിനെ നമ്മൾ കൺസിഡർ ചെയ്യില്ല. പക്ഷേ now we are telling that when the pressure is high or temperature is low, these molecules are not point masses, they are just like a heart spheres. അപ്പോൾ ഇതിൽ ഗ്യാസ് മോളിക്യൂൾ മൂവ് ചെയ്യണ സമയത്ത് നമ്മൾ ഈ ഇൻഡിവിജ്വൽ മോളിക്യൂൾസിൻ്റെ സ്പേസും കൂടെ കൺസിഡർ ചെയ്യണം. സോ ദാറ്റ് ഹി ഹാസ് ഗിവൺ കറക്ഷൻ ഫാക്ടർ ഫോർ വോളിയം. അദ്ദേഹം എന്ത് ചെയ്തു? ഈ വോളിയത്തിനൊരു കറക്ഷൻ ഫാക്ടർ കൊടുത്തു, ദാറ്റ് ഇസ് വി മൈനസ് എൻ ബി. അതായത് ടോട്ടൽ വോളിയത്തിൽ നിന്ന് ഇൻഡിവിജ്വൽ വോളിയം, ഓരോ ഗ്യാസ് മോളിക്യൂളിൻ്റെ ഇൻഡിവിജ്വൽ വോളിയം നമ്മൾ കുറച്ചത് മാത്രമേ ഇതിൻ്റെ ഉള്ളിലുള്ളൊരു വോളിയം എന്ന് പറയാൻ പറ്റുള്ളൂ. കാര്യം മനസ്സിലാവുന്നുണ്ടോ? അതായത് പോയിൻ്റ് മാസ്സായപ്പോൾ നമ്മൾ ഇവരെ വോളിയം കൺസിഡർ ചെയ്യേണ്ട. ബട്ട് നൗ വി ആർ ടെല്ലിംഗ് ദറ്റ് ഇറ്റ്സ് നോട്ട് പോയിൻ്റ് മാസസ്, വി ആർ കൺസിഡറിങ് ദം ഹാസ് ഹാർട്ട് സ്പിയേഴ്സ്. അപ്പം ഈ സ്പിയേഴ്സ് ആണെങ്കിൽ ഇവർ ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം, ടോട്ടൽ വോളിയത്തിൽ നമ്മൾ ഇൻഡിവിജ്വൽ വോളിയത്തിനെ നമ്മൾ കുറയ്ക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ട്, ആൻഡ് ഹി ഹാസ് ഗിവൺ എ കറക്ഷൻ ഫാക്ടർ ഫോർ വോളിയം ആസ് വി മൈനസ് എൻ ബി. നൗ ദ ഇക്വേഷൻ. ഇപ്പം നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് പി പ്ലസ് എൻ സ്ക്വയർ എ ബൈ വി സ്ക്വയർ, ഓക്കെ, into v minus nb is equal to nRT. അതായത് p plus n square a by v square into v minus nb is equal to nRT ആണ് the real gas equation, which it is also known as Van der Waals equation for real gases. ഇതാണ് Van der Waals equation. ക്ലിയർ ആവുന്നുണ്ടോ? സോ ദിസ് ഇസ് വാൻ ഡെർ വാൽസ് ഇക്വേഷൻ, ദാറ്റ് ഇസ് പി പ്ലസ് എൻ സ്ക്വയർ എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് എൻ ബി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. അതായത് പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി അല്ല, പിയിലൊരു കറക്ഷൻ ഫാക്ടർ എൻ സ്ക്വയർ എ ബൈ വി സ്ക്വയറും ഇതിൻ്റെ കൂടെ മൈനസ് എൻ ബി, വേർ എ ആൻഡ് ബി ആർ നോൺ ആസ് വാൻ ഡെർ വാൽസ് കോൺസ്റ്റന്റ്. വാട്ട് ഇസ് എ? വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് എ? എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദി മെഷർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സ് എമംഗ് ദി മോളിക്യൂൾസ് ഓഫ് ഗ്യാസ്. ഗ്യാസ് മോളിക്യൂൾസിൻ്റെ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡിൻ്റെ ഒരു മെഷറാണ് എ എന്ന് പറയുന്നത്. ബി എന്തിൻ്റെ കൂടെ ഉള്ളതാ? വോളിയത്തിൻ്റെ ആയതുകൊണ്ട് ഇറ്റ് ഈസ് ദി മെഷർ ഓഫ് എഫക്റ്റീവ് സൈസ് ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾ. ഗ്യാസ് മോളിക്യൂളിൻ്റെ എഫക്റ്റീവ് സൈസിൻ്റെ ഒരു വാല്യൂ ആണ് ബി എന്ന് പറയുന്നത്. ഈ ബിക്ക് പറയുന്ന വേറെ രണ്ട് പേരാണ് എക്സ്ക്ലൂഡഡ് വോളിയം അല്ലെങ്കിൽ കോ വോളിയം. ബിക്ക് പറയുന്ന പേരാണ് എക്സ്ക്ലൂഡഡ് വോളിയം അല്ലെങ്കിൽ കോ വോളിയം. ഈ എൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ ലിറ്റർ സ്ക്വയർ മോൾ റേസ് ടു -2 ആണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നതാണ്. The deviation from the ideal behavior can be measured in terms of compressibility factor. അതായത് ഒരു റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിനെ ഡീവിയേറ്റ് ചെയ്യുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ Z. It decides the extent of deviation of the real gas from ideal gas. ഐഡിയൽ ഗ്യാസിൽ നിന്ന് റിയൽ ഗ്യാസ് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു മെഷർ തരുന്ന ഒരു വാല്യൂ ആണ് കംപ്രസിബിലിറ്റി ഫാക്ടർ. ആൻഡ് Z is equal to PV by NRT. കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ PV by NRT എന്ന് നമുക്കറിയാം. അത് ആ ഒരു വാല്യൂ ആണ്. Z is equal to PV by NRT. ഇപ്പം നമ്മൾ ഓരോ ഗ്യാസസിൻ്റെ കംപ്രസിബിലിറ്റി ഫാക്ടറിനെയും പ്രഷറിനെയും വെച്ച് ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ നമുക്ക്
നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. അതായത് CO2, CH4, O2, H2, N2 ഇത്രയും ഗ്യാസസിനെ കൺസിഡർ ചെയ്തു. Compressibility factor will be 1 for ideal gases. Ideal gasesന്റെ compressibility factor എന്തായിരിക്കും? 1 ആയിരിക്കും. ദാറ്റ് ഈസ് ഓൾ പ്രഷറിൽ ആ ഗ്യാസിൻ്റെ ഏത് പ്രഷർ എടുത്താലും അതിൻ്റെ compressibility factor എന്തായിരിക്കും? 1 ആയിരിക്കും. അതിൻ്റെ compressibility എന്ന് പറയുന്നത് നോർമലാണ്. കാരണം അവർക്ക് എന്താ, അവർ ഐഡിയൽ ഗ്യാസസ് ആണ്, അവരുടെ compressibility നോർമലാണ്. ഇനി compressibility factor is greater than 1. ഇതൊക്കെ greater than 1 ആണെന്നെങ്കിൽ അവർക്ക് ഹൈ പ്രഷറിലാണ്. എല്ലാവരും എന്താണ്, ഹൈ പ്രഷറിലാണ് compressibility factor ഗ്രേറ്റർ ദാൻ 1. അവരുടെ compressibility എന്ന് പറയുന്നത് എന്താണ്, ഡിഫിക്കൾട്ടാണ്. കാരണം ഹൈ പ്രഷറാണ്, ഓൾറെഡി അവർ കംപ്രസ്ഡ് ആണ്. ഇനിയും അവരുടെ compressibility എന്ന് പറയുന്നത് നമുക്ക് ഡിഫിക്കൾട്ടാണ്. വെൻ compressibility factor is ലെസ് ദാൻ 1 ആണെങ്കിൽ അവരുടെ പ്രഷർ എന്തായിരിക്കും നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് ഒരു ലെസ് ദാൻ 1 ഒക്കെ എപ്പോഴാണ്, ഒരു ഇൻ്റർമീഡിയറ്റ് പ്രഷറിലല്ലേ ഇവരെ compressibility factor ലെസ് ദാൻ 1 ആവുന്നത്. ഇത് 1 ആണ്, അതിൻ്റെ ലെസ് ദാൻ 1 എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് പ്രഷറിൽ. അപ്പോൾ അവരെ കംപ്രസ് ചെയ്യാൻ എന്താ, അവരെ compressibility എന്താ, ഈസി ടു കംപ്രസ്. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കണം. വാട്ട് ഇസ് മെൻ ബൈ ദിസ് compressibility factor? Compressibility factor decide the extent of deviation of real gas from the ideal gas behaviors. Compressibility factor is given by Z is equal to PV by nRT. If the value of Z is equal to 1, they are ideal gases. If Z is less than 1, they deviate from the ideal gas behavior. And if Z is greater than 1 also, they will deviate from the ideal gas behavior. Z is greater than 1, their compressibility is difficult. And if Z is less than 1, their compressibility factor is easy. ഇതൊന്ന് അറിഞ്ഞ് വെച്ചേക്കുക. ഇത്രയൊക്കെ തന്നെയാണ് അതിൽ പറയുന്നത്. പിന്നെ compressibility factorന് പിന്നെ നമ്മൾ ഒരു ഇതും കൂടെ പറയുന്നുണ്ട്. എന്താണ്, ഒരു ഇക്വേഷൻ കൂടെ, ദാറ്റ് ഇസ് ഡിഫൈൻ compressibility factor. സോ compressibility factor, അതായത് ഈ compressibility factorൻ്റെ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കതൊരു കുഞ്ഞു ഡെറിവേഷൻ വെച്ചിട്ട് പറഞ്ഞുതരാം. നമുക്കറിയാം Z is equal to PV by nRT അല്ലേ. അപ്പോൾ റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസിൽ നമുക്കറിയാം Z is equal to 1, ദാറ്റ് ഈസ് ഈക്വൽ ടു PV ഐഡിയൽ ഗ്യാസിന് അല്ലേ, ഡിവൈഡഡ് ബൈ nRT, ഓർ PV ഐഡിയൽ is equal to nRT. അപ്പോൾ നമ്മൾ റിയൽ ഗ്യാസിന് എടുക്കുക, ദാറ്റ് ഈസ് PV റിയൽ ബൈ nRT. നമുക്ക് ഈ nRTക്ക് പകരം PV ഐഡിയൽ എന്ന് കൊടുക്കുക, ദാറ്റ് ഈസ് Z is equal to PV റിയൽ ഡിവൈഡഡ് ബൈ PV ഐഡിയൽ. ഓക്കെ, അപ്പോൾ എന്തായി, Z is equal to V റിയൽ ബൈ V ഐഡിയൽ. ഫാക്ടർ എന്ന് പറയുന്നത് മോളാർ വാല്യൂം, ഒരു ഗ്യാസിൻ്റെ ആ ഗ്യാസിൻ്റെ റിയൽ ഗ്യാസിലുള്ള വോളിയം, അതായത് റിയൽ ഗ്യാസിൻ്റെ വോളിയം ടു ദി ഐഡിയൽ ഗ്യാസ് വോളിയം, അതായത് ആ ഗ്യാസ് ഐഡിയലി ബിഹേവ് ചെയ്യണ സമയത്തുള്ള ആ ഒരു വോളിയം. അതായത് compressibility factor is the ratio of the volume of the real gas to the volume of the ideal gas. ആ ഗ്യാസ് ഐഡിയലി ബിഹേവ് ചെയ്യുമ്പോഴുള്ള വോളിയം at that particular temperature and pressure. ഇതാണ് compressibility factorൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ ടെക്സ്റ്റിലുള്ളതുകൊണ്ട് ഞാൻ മിസ്സാക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഓരോ പോയിന്റ് എടുത്തെടുത്ത് പറയുന്നത്. സോ എന്താണ് compressibility factor എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഡിസൈഡ് ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഡീവിയേഷൻ ഓഫ് ദി റിയൽ ഗ്യാസ് ഫ്രം ഐഡിയൽ ഗ്യാസ്. നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് compressibility factor is 1 for an ideal gas, and for real gases it will be less than or greater than 1 ആണ്. The significance of compressibility factor എന്നാൽ it is defined as the ratio of the molar volume of the real gases to the molar volume of the ideal gas at that particular temperature and pressure. പോയിന്റും കൂടെ പറയാനുള്ള എന്താണ്, ബോയിൽ പോയിന്റ് അല്ലെങ്കിൽ ബോയിൽസ് ടെമ്പറേച്ചർ ഇസ് ഡിഫൈൻഡ് ആസ് ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഗ്യാസസ് ബിഹേവ്സ്, ഒരു ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ റിയൽ ഗ്യാസസ് ബിഹേവ്സ് റിയൽ ഗ്യാസസ് ബിഹേവ് ലൈക്ക് എൻ ഐഡിയൽ ഗ്യാസ് അറ്റ് എ വേരിയബിൾ പ്രഷർ. അതായത് ഒരു റിയൽ ഗ്യാസ് എപ്പോഴാണ് ഒരു ഐഡിയൽ ഗ്യാസായിട്ട് ബിഹേവ് ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ബോയിൽ ടെമ്പറേച്ചർ എന്ന്, ബോയിൽ പോയിന്റ് എന്ന് പറയുന്നത്. ആ ടെമ്പറേച്ചർ പല ഗ്യാസസിന് പലതായിരിക്കും, എല്ലാവർക്കും ഒരേ ബോയിൽ ടെമ്പറേച്ചർ അല്ല. ഇറ്റ് വിൽ ബി വേരിയിങ് ഫ്രം വൺ ഗ്യാസ് ടു അതർ ഗ്യാസ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. വലിയ ക്ലാസ്സായി തോന്നുന്നുണ്ടല്ലേ. ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ, പിന്നെ അതിൻ്റെ റീസൺ, പിന്നെ നമ്മൾ എന്താ compressibility factor, ബോയിൽസ് പോയിന്റ്, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ടെക്സ്റ്റ് നല്ലോണം വായിക്കുക. നോട്ട്സ് ഞാൻ മാക്സിമം ഇന്ന് തന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടും. പക്ഷേ ഒരു കാര്യം, എനിക്ക് ഗ്രാഫ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഗ്രാഫ് ഒന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്താൽ മതി കേട്ടോ. പോയിന്റ്സ് ഞാൻ മാക്സിമം ഇതിൽ നോക്കിയിട്ട് ചെയ്യുക. ഗ്രാഫ് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ നന്നായി പഠിക്കാം. മനസ്സിലാവാത്ത കമൻസിലിട്ട്. ഓക്കെ, താങ്ക് യു.